നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂന്നാറിൽ തെരുവുനായ്കളെ കൊന്നെന്ന പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ പഞ്ചായത്ത് ഡംപിംഗ് യാർഡിൽ നിന്ന് നായയുടെ ജഡം കണ്ടെത്തി. ജഡം കണ്ടെടുത്തത് പോലീസ് നടത്തിയ പരിശോധനയിൽ. പരാതി ഉയർന്നിരിക്കുന്നത് 200ഓളം നായ്കളെ പഞ്ചായത്ത് കൊന്നുകുഴിച്ചു മൂടിയെന്ന്. കട്ടപ്പന കൊച്ചുതോവാളയിൽ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. പരിക്കേറ്റ CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ആക്രമണം നടത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട 10ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘം മുൻപും മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ. രാജാക്കാട് തിങ്കൾക്കാട്ടിൽ 5 വയസ്സുകാരിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് അതിഥി തൊഴിലാളികളുടെ മകൾ കൽപ്പന കുലു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വർഷങ്ങളായി അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയില്ല. വിദ്യാർത്ഥികൾക്ക് ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് നെടുങ്കണ്ടം പാറത്തോട് ഗവൺമെന്റ് തമിഴ് മീഡിയം സ്കൂളിന്റെ കെട്ടിടം. പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ നിൽക്കുന്നത് LP വിഭാഗം പ്രവർത്തിക്കുന്ന ഭാഗത്ത്. വിശദമായ വാർത്തകൾ. 21ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ മെച്ചപ്പെട്ട കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഒരു പതിറ്റാണ്ടായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ പ്രതിസന്ധികൾ. 2010 മുതൽ തുടങ്ങി 2015 ശക്തി പ്രാപിച്ച് കേരളത്തിന്റെ സാമ്പത്തികമായ എല്ലാ മേഖലകളിലും പ്രതിസന്ധികൾ പ്രകടമായി. കഴിഞ്ഞ കുറേ നാളുകളായി കേരളം നേരിടുന്ന സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാരണങ്ങളിലേക്ക് HCN അന്വേഷണ പരമ്പര നാളെ മുതൽ ആരംഭിക്കുന്നു. കേരളത്തില് സാമ്പത്തിക മാന്ദ്യമുണ്ടോ? കേരളത്തിൽ സാമ്പത്തിക മാന്ദ്യമുണ്ട്. സാമ്പത്തികമില്ല, വളരെ ബുദ്ധിമുട്ടിലാണ് ആൾക്കാരെല്ലാം. സാമ്പത്തിക മാന്ദ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളവൻ്റെ ഉണ്ട്, ഇല്ലാത്തവൻ്റെ മാന്ദ്യമുണ്ട്. കേരളത്തില് സാമ്പത്തിക മാന്ദ്യം ഉള്ളൂ. എല്ലാവർക്കും ഈ പ്രാവശ്യം എല്ലാം ബുദ്ധിമുട്ടാണ്. 100 കണക്കിന് ആൾക്കാർക്ക് പൈസ കൊടുക്കാനില്ല. സാമ്പത്തിക മാധ്യമങ്ങളിലുള്ള കൊടുക്കാതിരിക്കുന്നത് തന്നെ ഉള്ളത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇപ്പൊ സാമ്പത്തിക മാന്ദ്യമൊക്കെ കുറഞ്ഞു വരുവാ, നമുക്ക് നേരെയായി വരുന്നു. സാമ്പത്തിക മാന്ദ്യമേ ഉള്ളൂ. കേരളം തകർന്ന ഒരു അവസ്ഥയിലാണ്. അതിപ്പോ ഇല്ലാത്ത ആൾക്കാർ ആരും ഇല്ലല്ലോ. മൊത്തത്തിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ട് എല്ലാവർക്കും. ആർക്കും പൈസ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, ശരിക്കും ഉണ്ട്. സാമ്പത്തികമായിട്ട് വളരെ മോശമാണ്. കേരളത്തിൽ മൊത്തം സാമ്പത്തിക മാന്ദ്യമാണല്ലോ. ഒരു വായ്പ വെച്ചപ്പോൾ ദാരിദ്ര്യമാണ്, അത് കണ്ടില്ലേ? ചോറ് പോലും ഉണ്ടിട്ടില്ല. കേരളം സാമ്പത്തിക മാന്ദ്യത്തിലൂടെ ആരാണ് കാരണക്കാർ? ഹൈറേഞ്ച് ന്യൂസ് പ്രത്യേക അന്വേഷണ പരമ്പര നാളെ മുതൽ. മൂന്നാറിൽ തെരുവുനായ്ക്കളെ കൊന്നെന്ന പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ പഞ്ചായത്ത് ഡംപിംഗ് യാർഡിൽ നിന്ന് നായയുടെ ജഡം കണ്ടെത്തി. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ജഡം കണ്ടെടുത്തത്. 200ഓളം നായ്കളെ പഞ്ചായത്ത് കൊന്നു കുഴിച്ചുമൂടിയെന്നായിരുന്നു പരാതി. മൂന്നാർ പഞ്ചായത്തിൽ നായകളെ കൂട്ടത്തോടെ കൊന്നു കുഴിച്ചുമൂടിയെന്നായിരുന്നു പരാതി. 200ഓളം നായ്ക്കളെ പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് കുഴിച്ചുമൂടിയെന്നായിരുന്നു ആരോപണം. ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ പഞ്ചായത്ത് അധികൃതർക്കെതിരെ മൂന്നാർ പോലീസ് കേസെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പഞ്ചായത്ത് ഡംപിംഗ് യാർഡിൽ നിന്ന് നായയുടെ ജഡം കണ്ടെടുത്തത്. നിലവിൽ 4 നായകളുടെ ജഡമാണ് ഇവിടെ നിന്നും പോലീസ് കണ്ടെടുത്തത്. തെരുവുനായ ശല്യം രൂക്ഷമായ മൂന്നാറിൽ നായകളെ പിടികൂടി സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റാനായി അനിമൽ റെസ്ക്യൂ ടീം എത്തിയപ്പോഴാണ് നായകളെ കാണാനില്ലെന്ന കാര്യം തിരിച്ചറിഞ്ഞത്. ഇതോടെ ഇവർ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടു. ഇതിനിടയിലാണ് 200ഓളം നായകളെ കൊന്നു കുഴിച്ചുമൂടിയെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയും പരാതി നൽകുകയും ചെയ്തത്. നായകളെ പഞ്ചായത്തിന്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്താണ് കൃത്യം നടത്തിയിരിക്കുന്നതെന്നായിരുന്നു അനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങളുടെ പരാതി. പഞ്ചായത്ത് അധികൃതരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 4 നായകളുടെ ജഡം കണ്ടെടുത്ത സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുവാനാണ് പോലീസിന്റെ തീരുമാനം. കട്ടപ്പന കൊച്ചുതോവാളയിൽ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. പരിക്കേറ്റ CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണം നടത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട 10ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘം മുൻപും മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞായറാഴ്ച വൈകിട്ട് 6:30യോടെയാണ് സംഭവം നടന്നത്. കൊച്ചുതോവാളയിൽ ലഹരി സംഘത്തിൽപ്പെട്ട ഒരു പറ്റം യുവാക്കൾ യാതൊരു പ്രകോപനവുമില്ലാതെ നാട്ടുകാരെയും ഇവിടെ താമസിക്കുന്നവരുടെ വീടുകളിലും കയറി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ആക്രമണത്തിൽ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതായി പരിക്കേറ്റവർ പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് 10-15 പേര് മദ്യവെച്ച് മയക്കുമരുന്ന് അടിച്ചിട്ട് ഓടിക്കേറി വന്ന് എന്നെ പിടിച്ച് തള്ളുകയും ദീപുവിനെ തല്ലുകയും ചെയ്തു. എൻ്റെ ഭാര്യ സിറ്റൗട്ടിൽ നിൽക്കുമായിരുന്നു. സിറ്റൗട്ടിൽ നിൽക്കുന്ന എൻ്റെ ഭാര്യയെ വലിച്ചിറക്കി ഭാര്യയുടെ കൈക്കെട്ടടിക്കുകയും
അസത്യങ്ങൾ പറയും, അരിയെ അസത്യമായിട്ടുള്ള പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അവളെ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ കാലിൻ്റെ ചവിട്ടി എൻ്റെ കാലിൻ്റെ ഒരു വശം തിരിഞ്ഞു പോയിരിക്കുകയാണ്. എന്നെ കൊല്ലുമെന്നാണ് ഇവരിറങ്ങി വന്നാലും എന്നെ കുത്തി കീറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് സംരക്ഷണമാണ്. എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരായിരിക്കും അതിൻ്റെ ഉത്തരവാദി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അക്രമം നടത്തിയ സംഘത്തിൽപ്പെട്ട 10ഓളം പേരെ കസ്റ്റഡിയിലെടുത്തു. കമ്പിവടി, കോടാലി തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടന്നതെന്ന് പരിക്കേറ്റ സ്ത്രീകൾ പറഞ്ഞു. ഒരു 3-4 മാസം മുമ്പ് ഷെബിൻ എന്ന് പറഞ്ഞ ആൾ വന്ന് വണ്ടി ചോദിച്ചു, സ്കൂട്ടി. അന്നേരം 2 സ്കൂട്ടി വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അന്നേരം ഒരെണ്ണത്തിൽ പെട്രോൾ ഇല്ലായിരുന്നു. അന്നേരം ഞാൻ പോകാനായിട്ട് തിരക്കിലായിരുന്നു. ഞാനിവിടെ ട്രഷറിയിൽ വർക്ക് ചെയ്യുന്ന PTC ആയിട്ട് വർക്ക് ചെയ്യുന്നു. അന്നേരം എനിക്ക് പോകാൻ സമയം പോവായിട്ട് അന്നേരം വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് പറഞ്ഞു, ഇപ്പോൾ അമ്മയ്ക്ക് പോകണം, മറ്റേ വണ്ടിക്കകത്ത് പെട്രോളും ഇല്ല. അത് പുള്ളിക്ക് ഭയങ്കര ഒരു വൈരാഗ്യമായിട്ട് അന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഷെബിൻ്റെ ചാച്ചനോട് പറഞ്ഞു, ഇനി മേലാൽ അച്ചാച്ചി അവരുടെ വീട്ടിൽ പോവുകയും ചെയ്തേക്കരുത്, അവരിങ്ങോട്ടും വരണ്ട. അങ്ങനെ പുള്ളിക്ക് അന്നൊരു ഭയങ്കര ഒരു വൈരാഗ്യമായിട്ട് പുള്ളിയുടെ മനസ്സിലന്ന് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞായിരുന്നു. എൻ്റെ ഒരു വിശ്വാസം വെച്ച് നോക്കിയെന്നാൽ പുള്ളി ആ വൈരാഗ്യം മനസ്സിൽ വെച്ചിരുന്ന് പ്രവർത്തിച്ചതാണെന്നുള്ളതാണ്. കാരണം എൻ്റെ കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആർക്കും ഒരു ഉപദ്രവത്തിനും പോകുന്നതല്ല. നേരം എടുത്ത വയ്യോളം ഫുഡ് കഴിക്കാൻ പോലും എൻ്റെ കുഞ്ഞ് വീട്ടിൽ കയറി വരാൻ സമയമില്ല. അതുപോലെ പണി ചെയ്ത് ജീവിക്കുന്നു. കൊച്ചുതോവാള സ്വദേശി പള്ളിവാതുക്കൽ ടോമി, ഭാര്യ മേരിക്കുട്ടി, ഈവൻമലിയിൽ സജി, കുമ്പക്കാട്ട് ഷിബു, CPM കൊച്ചുതോവാള ബ്രാഞ്ച് സെക്രട്ടറി ജിലിമോൻ KG, കൊല്ലംപറമ്പിൽ ദീപു, ഇദ്ദേഹത്തിന്റെ മാതാവ് ഓമന, പിതാവ് പരമേശ്വരൻ എന്നിവർക്കാണ് കൂടുതൽ പരിക്കേറ്റത്. അക്രമി സംഘത്തിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം VR സുജി ആവശ്യപ്പെട്ടു. അവിടെയുള്ള സാധാരണ ആളുകളെ ഉപദ്രവിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അവർ വിളിച്ചതിന് അടിസ്ഥാനത്തിൽ അവിടെ എത്തിച്ചേർന്ന പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായ ജിബി, അദ്ദേഹത്തിൻ്റെ അടക്കം തലയ്ക്ക് കമ്പിപിടിക്കാണ് അടിച്ചിട്ടുള്ളത്. അതുവഴി വാഹനത്തിൽ പോയ ഒരു കുടുംബം, മകനും അമ്മയും അടങ്ങുന്ന കുടുംബത്തെ അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി ഈ അക്രമി സംഘം തലയ്ക്ക് പരിക്കേൽപ്പിച്ചു. തൊട്ടടുത്തുള്ള വീട്ടിലെ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ വീടിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ വീടിനകത്ത് കയറി ഉപദ്രവിക്കുന്ന സ്ഥിതിയാണ്. ഇതിനു മുമ്പും ഉമേഴ്സ് റൗണ്ടിൽ അവിടെ നടന്ന ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കട്ടപ്പന പോലീസ് എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ സംഘങ്ങൾ കട്ടപ്പനയുടെ പരിസര പ്രദേശങ്ങളിൽ തുടർച്ചയായി അഴിഞ്ഞാട്ടം നടത്തുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ ഇപ്പോൾ ഇന്നലെ തന്നെ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അറസ്റ്റ് ചെയ്ത് കർക്കശമായ നിയമ നടപടികൾക്ക് വിധേയമായി മാതൃകാപരമായി ഇവരെ സമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ കഴിയണം. നിയമപരമായിട്ടുള്ള എല്ലാ വകുപ്പുകളും ഇവരുടെ മേൽ ചുമത്തണം. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾക്കെതിരെ CPIM-ഉം അതിൻ്റെ വർഗ ബഹുജന പ്രസ്ഥാനങ്ങളും ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുമെന്നാണ് ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. അക്രമി സംഘത്തിൽ ഏകദേശം 16ഓളം പേർ ഉണ്ടായിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. ഇവർ ഇതിനു മുമ്പും സമാന രീതിയിൽ മേഖലയിൽ അതിക്രമം നടത്തിയിട്ടുണ്ട്. രാജാക്കാട് തിങ്കൾക്കാട്ടിൽ 5 വയസ്സുകാരിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അതിഥി തൊഴിലാളികളുടെ മകൾ കൽപ്പന കുലുവാണ് മരിച്ചത്. ആസാം സ്വദേശികളായ മാതാപിതാക്കൾ കുട്ടിയെ വാഹനത്തിൽ ഇരുത്തിയ ശേഷം കൃഷിയിടത്തിൽ ജോലിക്ക് പോയിരുന്നു. ഉച്ചയ്ക്ക് ജോലിക്ക് ശേഷം തിരികെ എത്തിയപ്പോൾ കുട്ടിയെ വാഹനത്തിനുള്ളിൽ ബോധരഹിതയായ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടനെ രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ശക്തമായ പനിയെ തുടർന്ന് മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം കുട്ടിക്ക് മരുന്ന് വാങ്ങിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വർഷങ്ങളായി അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയില്ല. നെടുങ്കണ്ടം പാറത്തോട് ഗവൺമെന്റ് തമിഴ് മീഡിയം സ്കൂളിന്റെ കെട്ടിടമാണ് വിദ്യാർത്ഥികൾക്ക് ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത്. LP വിഭാഗം പ്രവർത്തിക്കുന്ന ഭാഗത്താണ് പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. 2019 പെരുമഴയിലാണ് പാറത്തോട് സ്കൂളിൽ LP വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അപകടാവസ്ഥയിലായത്. ഭിത്തിയിൽ വലിയ വിള്ളൽ രൂപപ്പെടുകയും തറ താഴേക്ക് ഇരിക്കുകയും ചെയ്തു. 2020 ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തിയ പരിശോധനകളെ തുടർന്ന് കെട്ടിടം പ്രവർത്തന സജ്ജമല്ലെന്ന് വിലയിരുത്തുകയും പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ PTA തുടർച്ചയായി ജില്ലാ പഞ്ചായത്തിനും വിവിധ വകുപ്പുകൾക്കും അപേക്ഷ നൽകിയെങ്കിലും കെട്ടിടം പൊളിച്ചു നീക്കിയില്ല. പൊളിക്കുന്നതിനായി 2 തവണ ടെൻഡർ വിളിച്ചെങ്കിലും തുക കുറവായതിനാൽ ആരും ടെൻഡർ വിളിച്ച് കരാർ എടുക്കാൻ തയ്യാറായിട്ടില്ലെന്ന് PTA പ്രസിഡന്റ് കവിരാജ് പറയുന്നു. 2019 പ്രളയം ഉണ്ടായ സമയത്ത് ചെറുതായിട്ട് ഒരു കെട്ടിടം അണങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ മഴ കിട്ടുന്ന ഓരോരു പ്രാവശ്യം കൂടി ഇത് എങ്ങനെയാണ് നിൽക്കുന്നത്
എപ്പോൾ ഒരു അപകടം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അപകടം ഉണ്ടായിട്ട് നമ്മൾ പോകുന്നതിന് മുൻകൂറായിട്ട് ഇത് പൊളിച്ചു കളയാനായിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. അത് 2019 സർക്കാരിന് വന്ന് നോക്കിയിട്ട് ഇത് വയ്ക്കാൻ പാടില്ല, പൊളിച്ചു കളയണം, അങ്ങനെയാണ് ഒരു പേപ്പറും കൂടി കൊടുത്തിട്ട് പോയത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പേപ്പർ കൊടുത്തിട്ട് ഇത് പൊളിക്കാനുള്ള പേപ്പറൊക്കെ കൊടുത്തായിരുന്നു. ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ വർഷം സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എങ്ങനെയെങ്കിലും ഇത് പൊളിച്ചു കളയണം, അങ്ങനെ ഉള്ള അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ ലേലം വെച്ച് ഇത് പൊളിച്ച് മാറ്റാനായിട്ട് നമ്മൾ പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്ത് എല്ലാം പരസ്യം കൊടുത്ത് ലേലം വിളിച്ചതാണ്. 2 പ്രാവശ്യം വിളിച്ചിട്ടും ആരും ഇത് പൊളിക്കാനായിട്ട് ഫണ്ടില്ലാത്ത കാരണം നമുക്ക് പൊളിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയിലാണ്. LP വിഭാഗം ക്ലാസുകളും കുട്ടികളുടെ കളിസ്ഥലവും ഈ കെട്ടിടത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. വിള്ളൽ രൂപപ്പെട്ട ഭാഗത്തേക്ക് കുട്ടികൾ കടക്കാതിരിക്കാൻ പഴയ ഡെസ്കുകളും മറ്റും ഉപയോഗിച്ച് സ്കൂൾ അധികൃതർ താൽക്കാലികമായി ഈ ഭാഗം അടച്ചിട്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. இந்த பில்டிங் ரொம்ப மோசமா இருக்கு, யாரும் பிள்ளையார் வர முடியாதுன்னு 2 பக்கமும் வேலி போட்டு உள்ள வர விடாம இங்கேயே தடுத்து நிப்பாட்டி வச்சிருக்காங்க. இது என்னைக்கு இருந்தாலும் ஒரு சின்ன ஆபத்து இருக்கும். அதை உடனே ஸ்டெப் எடுத்து உடனே ரெடி பண்ணணும்ன்றது தாழ்மையா கேட்டுக்கொள்கிறோம். കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി NDRFനെ അടക്കം സ്കൂൾ അധികൃതർ സമീപിച്ചിരുന്നു. ഓരോ തവണയും കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന വിലയിരുത്തൽ അല്ലാതെ നടപടി ഉണ്ടാവുന്നില്ല. വൻ ദുരന്തം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. വണ്ടിപ്പെരിയാർ രാജമുടിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മേഖലയിലെ കർഷകരുടെ കൃഷിദേഹണ്ഡങ്ങൾ പൂർണ്ണമായും കാട്ടാന നശിപ്പിച്ചു. വിവരം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പീരുമേട്, പരുന്തുംപാറ, പട്ടുമല മേഖലയിൽ കാട്ടാനക്കൂട്ടമെത്തി കൃഷിദേഹണ്ഡങ്ങൾ വ്യാപകമായി നശിപ്പിച്ചിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വണ്ടിപ്പെരിയാർ രാജമുടി കോളനിയിൽ കാട്ടാനക്കൂട്ടം എത്തിയത്. രാത്രി 2 മണിയോടുകൂടി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രദേശത്തെ കൃഷിദേഹണ്ഡങ്ങൾ വ്യാപകമായി നശിപ്പിച്ചതായി കർഷകർ പറഞ്ഞു. ഇവിടെ ഇന്നലെ യാന വന്നെന്ന് പറഞ്ഞായിരുന്നു. അവർ വന്ന് റോട്ടെ കണ്ടേച്ച് അവർ ഇന്നലെ പോയി. അപ്പോൾ ഇന്നലെ രാത്രിയിൽ വന്നിട്ട് ഇതെല്ലാം ഏലം, ഈ വാഴ മരം, ഈ ചക്ക ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞേച്ച് പോയി. ഇങ്ങനെയാ കിടക്കുന്നത്. രാവിലെയാണ് കാട്ടാനക്കൂട്ടം ഇവിടെ നിന്നും മടങ്ങിയത്. പ്രദേശത്ത് 100ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്നുണ്ട്. പതിവായി ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് മൂലം ഭീതിയോടെയാണ് തങ്ങൾ കഴിയുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. 60 കുടുംബം രാജമുടിയിൽ താമസിക്കുന്നതാ. ഇതുവരെയായിട്ട് ഇതുപോലെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ ആന വന്നിട്ട് ഇന്നലെ ഫോറസ്റ്റുകാർ വന്നിട്ട് ഇവിടെ 4-ാം മംഗലിൽ വന്നിട്ട് അവർ വന്ന് എന്നാ പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞാൽ ആനയെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളെ വിളിക്കുക, അന്നേരം ഞങ്ങൾ വരാന്ന് പറഞ്ഞിട്ട് റോഡിൽ തന്നെ നിന്നിട്ട് കാട് പോലും കയറി കണ്ടില്ല. കാണാതെ അവർ അങ്ങനെ റോഡ് വഴിയെ തന്നെ ആ വണ്ടി എടുത്തോണ്ട് പോയി. ഇപ്പൊ പിന്നെ രാത്രി ഇപ്പൊ ആന വന്ന് ഇപ്പൊ പറമ്പിൽ കയറിയെന്ന് വെച്ച് ഇപ്പൊ വീട്ടിനകത്ത് കയറി എപ്പോ ഇത്ര 10-60 കുടുംബം താമസിക്കുന്നിടത്ത് വീട്ടിൽ കയറിയപ്പോ എന്നാ ചെയ്യാൻ പറ്റും നമുക്ക്? സംഭവം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചെങ്കിലും കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഒന്നാമത്തെ ഇവിടെ വണ്ടി സൗകര്യം ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. ആരുടെ അടുത്തും ഒരു കാര്യം പറഞ്ഞാൽ ആരും ഏറ്റെടുത്ത് വരുന്നില്ല. അപ്പൊ പാർട്ടിക്കാരായാലും ശരി, ഇത് പഞ്ചായത്തുകാരായാലും ശരി, ആരും വന്ന് ഇവിടെ ഒന്നും ശ്രദ്ധിക്കത്തില്ല, നോക്കത്തില്ല. വരാന്ന് പറയും, വരത്തില്ല. വഴിയാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി വരത്തില്ല. ഒരു സീരിയസ് ആയി ഒരു മനുഷ്യൻ മരിക്കുവാൻ വന്നപ്പോ ഒന്നെന്ന് വെച്ചാൽ ഇവിടെ വണ്ടിയില്ല. എല്ലാം ജയിച്ച് പാർട്ടിക്കാരായാലും എല്ലാം ജയിച്ച് പോവാൻ ഞങ്ങൾ ഈ കോളനിക്ക് എല്ലാം ചെയ്യാമെന്ന് പറയും. ആരും ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാം നശിച്ച് നാരായണക്കല്ല നാട്ടിൽ കിടക്കുന്ന ഈ രാജമുടി കോളനി മാത്രമേ ഉള്ളൂ. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാം പ്രായമായവരും ഈ തോട്ടത്തൊഴിലാളികളൊക്കെയാ. അവരൊക്കെ ജോലിക്ക് പോയിട്ട് വന്ന ഒരു അസുഖം വന്ന് കിടന്നു കഴിഞ്ഞാൽ ആരും നോക്കാനോ ഇല്ല. എല്ലാം അവരവരുടെ വീട്ടില് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാ. ഗ്രാമ്പി, കൊക്ക ഭാഗത്തു നിന്നുമാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് പതിവായി എത്തുന്നത്. ഈ സ്ഥലങ്ങളിൽ ഫെൻസിംഗ് വേലികളോ ട്രെഞ്ചോ ഒന്നും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. അടിയന്തരമായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മെയ് മാസം മുതൽ തുടർച്ചയായി പെയ്ത മഴ ഹൈറേഞ്ചിലെ കൊക്കോ കൃഷിയെ സാരമായി ബാധിച്ചു. തുടർച്ചയായി മഴ പെയ്തതോടെ വേണ്ടവിധം കർഷകർക്ക് കൊക്കോ മരങ്ങളിൽ മരുന്ന് തളിക്കാൻ കഴിയാതെ പോയത് പ്രതിസന്ധിയായി. മഴയിൽ കായ്കൾ ചീഞ്ഞ് നശിച്ചതോടെ വിളവിൽ വലിയ ഇടിവ് സംഭവിച്ചതായി കർഷകർ പറയുന്നു. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും തുടർച്ചയായി പെയ്ത മഴ ഹൈറേഞ്ചിലെ കൊക്കോ കർഷകർക്ക് തിരിച്ചടി സമ്മാനിച്ചിരിക്കുകയാണ്. മെയ് മാസം മുതൽ പെയ്ത മഴ കാരണം വലിയ തോതിൽ കായകൾ നശിച്ചു.
ഇതോടെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ലഭിക്കേണ്ട വിളവ് ഇടിഞ്ഞു. പല തോട്ടങ്ങളിലും കൊക്കോ കായ്കൾ ചീഞ്ഞ് ഉണങ്ങിയ നിലയിലാണ്. അടയ്ക്ക കൃഷിക്ക് തളിക്കുന്ന ബോഡോ മിശ്രിതം തളിച്ചാൽ കൊക്കോ കൃഷിക്ക് ബാധിക്കുന്ന രോഗം തടയാനാകും. എന്നാൽ ഇത്തവണ തുടർച്ചയായി പെയ്ത മഴ കാരണം പല കർഷകർക്കും മരുന്ന് തളിക്കാൻ സാധിച്ചില്ല. മഴയുടെ തീവ്രത കാരണം പുതിയതായി പൂവ് വിരിയുന്നില്ല. ഇത് വരും മാസങ്ങളിൽ ലഭിക്കേണ്ട വിളവിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. പോയ വർഷങ്ങളിൽ കുതിച്ചുകയറിയ കൊക്കോ വില പിന്നീട് കൂപ്പുകുത്തിയിരുന്നു. കുരുമുളക്, ജാതി, കമുക്, തെങ്ങ് തുടങ്ങിയവയ്ക്കൊപ്പം ഹൈറേഞ്ചിൽ ഇടവിളയായി സ്ഥാനം പിടിച്ച കൃഷിയാണ് കൊക്കോ. ഇത്തവണത്തെ മഴ 2 മാസത്തെ വിളവ് നഷ്ടമാക്കിയെന്ന് കർഷകർ പറയുന്നു. പല തോട്ടത്തിലും 50% വിളവ് കുറഞ്ഞിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ പോപ്സ് എസ്റ്റേറ്റ് തൊഴിലാളികൾ പണിമുടക്കി സമരം ചെയ്തു. എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഇരട്ട നീതിയിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കിയതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കഴിഞ്ഞ 7 മാസക്കാലമായി വണ്ടിപ്പെരിയാർ പീരുമേട് മേഖലയിൽ പ്രവർത്തിക്കുന്ന പോപ്സ് എസ്റ്റേറ്റ് വക തേയിലത്തോട്ടത്തിൽ തൊഴിലാളികൾക്ക് ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ല. ഏറ്റവും അവസാനം ചെലവ് കാശ് മാത്രം നൽകാമെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരുന്നത്. ഇതനുസരിച്ച് ഒരു മാസം 1500 രൂപ മാത്രമാണ് ഒരു തൊഴിലാളിക്ക് ലഭിക്കുക. എന്നാൽ നെല്ലിമല എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ശമ്പളം നൽകുകയും ചെയ്തു. ഈ ഇരട്ട നീതിയിൽ പ്രതിഷേധിച്ചാണ് മഞ്ചുമല ലോവർ ഡിവിഷനിൽ പണിമുടക്കി തങ്ങൾ സമരം നടത്തിയതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. கொஞ்ச காலமா இந்த தொழிலாளிக்கு சம்பளம் கொடுக்காம பெண்டிக்கு போட்டு ரொம்ப துரோகம் செஞ்சுட்டு கடைசியில நம்ம பார்ட்டி இடப்பட்டு அரசியல் ரீதியாக எல்லாம் இடப்பட்டு ஒரு நாளைக்கு 250 ரூபா என்ற ஒரு விதத்துல 6 நாளைக்கு விளைஞ்சா 1500 ரூபா அப்படி கொடுத்துட்டு இருந்தாங்க. அது கூட கொஞ்சம் பரவாயில்ல, 2 பேர் வேலை செய்யும்போது 3000 கிடைக்கி தட்டி மட்டும் எப்படியோ இந்த இப்போ உள்ள சூழ்நிலைக்கு ரொம்ப புத்திமுட்டு தான் இருந்தாலும் அது கொடுத்துட்டு இருந்தாங்க. அதே மாதிரி இப்படி போய்கிட்டு இருக்கும்போது இந்த 2-3 நாளைக்கு இடையில சம்பளம் ஏற்றும் போது நெல்லிமலைக்கு ஜனவரி மாச சம்பளமும் பாக்கியுள்ள எஸ்டேட்டுக்கு இந்த குறைஞ்ச சம்பளம் ஏற்றி விடுறாங்க. இது அங்கீகரிக்க முடியாது, இது நியாயம் இல்லை. அவங்க சொல்றது என்ன கேட்டா அவங்க தறி வெட்டினாங்க, தடையிறாங்க, அதனால அப்படி கொடுத்தோம். அந்த நியாயமெல்லாம் எங்களுக்கு ஏற்றுக்க முடியாது. எங்களுக்கும் அவங்களுக்கு கொடுத்தது மாதிரி எங்களுக்கும் அந்த சம்பளம் கொடுக்கணும். വിഷയത്തിൽ പരിഹാരമുണ്ടാകാത്ത പക്ഷം വരും ദിവസങ്ങളിലും ജോലിക്ക് ഇറങ്ങില്ലെന്നാണ് തൊഴിലാളികളുടെ നിലപാട്. ഏറ്റവും കുറച്ച് ശമ്പളം കൊടുത്തിருக்காங்க, அதுவும் 1000 ரூபா 500 ரூபா உள்ள சம்பளம் கொடுத்திருக்காங்க. இப்போ சராசரி கொடுக்க மாட்டேன்னு இருக்காங்க. எஸ்டேட்னா வீடெல்லாம் ஒரு மாதிரி இந்த நிலைமை தான் எஸ்டேட் வீட்டில் இருக்குது. பின்ன ஸ்கூலுக்கு போகிற பிள்ளைகளுக்கு ஃபீஸ் அடைக்க முடியாது, எல்ஐசி பிடிச்சிட்டு அடைக்கல, ப்ரோடமெண்ட் அடைக்கல, ലോണ് പൈസ വാങ്ങുന്നത് അടയ്ക്കല്ല. ഇവங்க எப்படி ചെയ്താங்கன்னா നാങ്ക என்ன ചെയ്യത്? 7 എസ്റ്റേറ്റുകളാണ് മേഖലയിൽ പോപ്സ് കമ്പനിക്ക് ഉള്ളത്. 2500ഓളം തൊഴിലാളികളും ഇവിടങ്ങളിൽ ജോലിയെടുക്കുന്നുണ്ട്. ഈ അവസ്ഥയാണെങ്കിൽ കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും തൊഴിലാളികൾ പറഞ്ഞു. ഉപ്പുതറ 10 ഏക്കർ റോഡിൽ സ്ഥാപിച്ചിരുന്ന ഹൈമാസ് ലൈറ്റുകൾ മിഴിയടച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല. 10 ഏക്കർ മുതൽ കുരിശുപള്ളി വരെയുള്ള ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ഹൈമാസ് ലൈറ്റുകളാണ് പ്രവർത്തനരഹിതമായിരിക്കുന്നത്. ഉപ്പുതറ 10 ഏക്കർ മുതൽ കുരിശുപള്ളി വരെയുള്ള ഭാഗത്താണ് മിനി സോളാർ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നത്. എന്നാൽ ലൈറ്റുകൾ നാളുകളായി പ്രവർത്തനരഹിതമാണ്. ഇവിടെ സ്ഥാപിച്ചിരുന്ന ലൈറ്റുകളുടെ ബാറ്ററി നാളുകൾക്ക് മുമ്പ് തന്നെ സാമൂഹിക വിരുദ്ധർ മോഷ്ടിച്ചിരുന്നു. എന്നാൽ ബാറ്ററികൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചതുമില്ല. പ്രദേശത്ത് രാത്രിയാകുന്നതോടെ സാമൂഹിക വിരുദ്ധ ശല്യവും രൂക്ഷമാണ്. അടിയന്തരമായി അധികൃതർ ഇടപെട്ട ലൈറ്റുകൾ പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഉപ്പുതറ 10 ഏക്കർ റോഡിൽ വർഷങ്ങളായിട്ട് നിരവധി ഹൈമാക്സ് ലൈറ്റുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, നേട്ടവും ഉണ്ടായിരുന്നു. രാത്രികാലങ്ങളിലാർക്കും പേടി കൂടാതെ തന്നെ നടന്നു പോകാൻ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് 1-2 വർഷങ്ങളായിട്ട് നിരവധി തവണ ഇവിടം മുതൽ, അതായത് ഈ പൂപ്പാലം മുതൽ ഈ അംഗൻവാടി പടി 10 ഏക്കർ വരെയുള്ള ഭാഗങ്ങളിലുള്ള ഹൈമാക്സ് ലൈറ്റിന്റെ മുഴുവൻ ബാറ്ററികളും രാത്രി കാലങ്ങളിൽ മോഷണം പോയിരിക്കുകയാണ്. അത് ഉപ്പുതറ പഞ്ചായത്തിന്റെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായിട്ടില്ല. ഉപ്പുതറ പോലീസ് അറിയാവുന്നതാണ്, അവരുടെ ഭാഗത്തുനിന്നും യാതൊരു നീക്കം ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുബന്ധിച്ച് ഈ സാമൂഹിക വിരുദ്ധരുടെ പ്രവർത്തനങ്ങളാണ് രാത്രി കാലങ്ങളിൽ ഈ ഭാഗങ്ങളിൽ നടക്കുന്നത്. മയക്കുമരുന്ന് മാഫിയകൾ സജീവമാണ്. അത് വളരെ പിള്ളേർ സെറ്റുകളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണേണ്ടത് പഞ്ചായത്ത് തന്നെയാണ് പരിഹാരം കാണേണ്ടത്. കൂടാതെ 10 ഏക്കർ കോർട്ടിന് സമീപത്തുള്ള മിനി ഹൈമാസ്റ്റ് ലൈറ്റ് 24 മണിക്കൂറും തെളിഞ്ഞു കിടക്കുന്നതായും പരാതിയുണ്ട്. SPC ഡേയുടെ ഭാഗമായി അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ വിപുലമായ ആഘോഷ പരിപാടി നടന്നു. സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ പങ്കെടുപ്പിച്ചായിരുന്നു പരിപാടി നടന്നത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ അടിമാലി പോലീസ് സ്റ്റേഷനും സന്ദർശിച്ചു.
15ാമത് SPC ഡേയുടെ ഭാഗമായിട്ടായിരുന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളെ പങ്കെടുപ്പിച്ച ആഘോഷ പരിപാടി നടത്തിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ നിർവഹിച്ചു. അധ്യാപകരും അതോടൊപ്പം തന്നെ ഇവിടെ സ്റ്റാഫുകളും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഒരു പരിധി വരെ ഇവിടുത്തെ കുട്ടികളെ വിടവാങ്ങി പോകാതെ മറ്റു സ്കൂളിൽ പോകാതെ കൊണ്ട് തന്നെ പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, അത് തർക്കമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയുള്ള അങ്ങനെയുള്ള കാലഘട്ടത്തിൽ എനിക്ക് പറയാനുള്ള ഈ 16 വർഷം പിന്നിട്ട ഈ SPCയുടെ കുട്ടികൾ എന്താ പറയുക, പോലീസ് എന്ന് പറയുന്ന യൂണിഫോം ഈ കുഞ്ഞുപ്രായത്തിൽ ഇടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത്. പണ്ട് കാലങ്ങളിൽ ഞങ്ങളൊക്കെ പോലീസിനെ കടന്ന് ഓടുമായിരുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഓടുമായിരുന്നു, പേടിക്കുമായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങളും ഞങ്ങളും പോലീസുകാരും ഇവിടേക്ക് ബഹുമാനായ സാറിനിപ്പുണ്ട്. സാറിനെ പോലും സുഹൃത്തുക്കളെ പോലെ സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ തരത്തിലേക്ക് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ആ തരത്തിലേക്ക് നമ്മുടെ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. PTA പ്രസിഡന്റ് CS സുധീഷ് അധ്യക്ഷനായിരുന്നു. അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ CV ലൈജുമോൻ SPC കേഡറ്റുകൾക്കായി ക്ലാസ് നയിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടി പോലീസ് അടിമാലി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. സേന ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി നൽകി. കുട്ടി പോലീസിന് സ്റ്റേഷൻ സന്ദർശനം കൗതുകമായി മാറി. സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് K ഗീത, റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. SPC കോർഡിനേറ്റർ ആശ എബ്രഹാം, ജസ്റ്റിൻ ജോയി, ശ്രീകല, റിജീന, ആനി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ സൊസൈറ്റിക്ക് കീഴിലെ അംഗങ്ങൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ പശുമല സ്ത്രീ ശാക്തീകരണ നിലയത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സിൽവത്തായി അധ്യക്ഷയായിരുന്നു. പീരുമേട് MLA വാഴൂർ സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ചു. പക്ഷേ ഇവർക്ക് അറിയാൻ സംശയമുണ്ട്. ക്ഷീരലയ പദ്ധതികൾ ഒരു ലയത്തിൽ താമസിക്കുന്ന 10 പേര് ചേർന്ന് ഒരു സംഘമുണ്ടാക്കി 10 പശുക്കളെ വളർത്തുന്ന പദ്ധതിയാണ്. അതിന് നമ്മുടെ വകുപ്പിൽ നിന്ന് സബ്സിഡി ലഭ്യമാക്കുന്നു. അതേപോലെ തന്നെ 2-3 പശുക്കളെ വളർത്തുന്നതിനുള്ള സ്കീമുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ആളുകളൊക്കെ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ സംശയം. ജില്ലാ ക്ഷീരവികസന വകുപ്പ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ അഞ്ജു കുര്യൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര സംയോജിത കീടനിയന്ത്രണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന ബ്ലോക്കിലെ കർഷകർക്കായി 2 ദിവസങ്ങളിലായി പരിശീലന പരിപാടി ആരംഭിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വിവിധ സംയോജിത കീടരോഗ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് ക്ലാസുകൾ നൽകും. ഏലം, മറ്റ് സുഗന്ധവിളകൾ, വാഴ, പച്ചക്കറി തുടങ്ങിയ വിളകളിലെ കീടരോഗബാധകളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളും കൂടാതെ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ സംബന്ധിച്ച് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ എലിസബത്ത് ജയ തോമസും ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സുധാകർ സൗന്ദരരാജനും ക്ലാസുകൾ നയിച്ചു. നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പലപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞു കൊടുക്കാറുണ്ട് കർഷകർക്ക്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചില്ലി ഗ്ലാസ് എടുക്കുക, അതിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക, പിന്നെ നമുക്ക് സോഡിയം ബൈകാർബണേറ്റ് കാരം, നമ്മൾ ഈ കായ കഴുകാൻ യൂസ് ചെയ്യുന്ന കാരം ഉണ്ടല്ലോ, അതൊരു 50 ഗ്രാം ഇടുക. പിന്നെ ഒരു 50 ഗ്രാം നമുക്ക് കിട്ടിയ തുരിശ് എടുക്കുക. ആ തുരിശ് അതിനകത്ത് നമ്മൾ ഇടുമ്പോൾ തന്നെ ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ അല്ല 1 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇത് പതപോലെ കയറി മുകളിലോട്ട് വരും, പുറത്തോട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കാപ്പർ കണ്ടന്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ടല്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിളായിട്ട് കർഷകർക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. കേന്ദ്ര സംയോജിത കീടനിയന്ത്രണ കേന്ദ്രത്തിലെ ലാബുകളിൽ വളർത്തി കർഷകർക്ക് നൽകുന്ന വിവിധ മുട്ടക്കാർഡുകളും വിവിധ ഇരപിടിയൻ പ്രാണികളും തയ്യാറാക്കുന്നതും അവയെ വളർത്തുന്നതുമായ കാര്യങ്ങളിൽ കർഷകർക്ക് പരിശീലനം നൽകി. കേന്ദ്ര സർക്കാർ പുതുതായി തയ്യാറാക്കിയ NPSS മൊബൈൽ ആപ്ലിക്കേഷൻ അസിസ്റ്റന്റ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ടോം ചെറിയാൻ കർഷകർക്ക് വിശദീകരിച്ചു. കീടനാശിനികൾ കൃഷിയിടത്തിൽ ആവശ്യമായി വന്നാൽ അവ എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാമെന്നതും കർഷകർക്ക് വ്യക്തമാക്കി നൽകി. കൃഷിയുടെ സന്ദർശനത്തിനും ജൈവ കീടനിയന്ത്രണ ഉപാധികളുടെ പ്രദർശനത്തിനും അസിസ്റ്റന്റ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷീലു, സയന്റിഫിക് അസിസ്റ്റന്റുമാരായ കാർത്തിക, അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി. മിത്ര നിമാവീരകൾ അടങ്ങിയ കടാവറുകൾ കർഷകർക്ക് വിതരണം ചെയ്തു. അസിസ്റ്റന്റ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ടോം ചെറിയാൻ, നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി, കൃഷി ഓഫീസർ ആഗ്നസ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരട്ടയാർ ശാന്തിഗ്രാം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു.
ശാന്തിഗ്രാം ശ്രീദേവി വിലാസം NSS കരയോഗത്തിന്റെയും സരസ്വതി വിലാസം NSS വനിതാ സമാജത്തിന്റെയും 2024-25 വർഷത്തെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പുമാണ് നടന്നത്. വാർഷിക പൊതുയോഗത്തിന് മുന്നോടിയായി പതാക ഉയർത്തി. തുടർന്ന് ആചാര്യവന്ദനം നടന്നു. പ്രവർത്തന റിപ്പോർട്ടും കണക്കും കരയോഗം സെക്രട്ടറി അവതരിപ്പിച്ചു. കരയോഗം പ്രസിഡന്റ് KG വാസുദേവൻ നായർ അധ്യക്ഷനായിരുന്നു. യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ നായർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് കരയോഗത്തിലെ വ്യക്തികളെ ആദരിച്ചു. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. നല്ലതും ചീത്തയും പറയണം, മനസ്സ് തുറന്ന് സംസാരിക്കണം. കാരണം നമ്മുടെ ലക്ഷ്യം ഈ സംഘടനയുടെ നന്മയാണ്. നമ്മുടെ ലക്ഷ്യം ഈ സംഘടന നന്നാകണം എന്നുള്ളത് മാത്രമാണ്. നമ്മൾ അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സംഘടനയുടെ നന്മയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം. അതിനകത്ത് വ്യക്തികളെ മാറ്റി നിർത്തണം. ഇപ്പോൾ ഹൈറേഞ്ച് NSS യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യത്യസ്തമായ 2 നിലപാടുകളുണ്ട്. ഇപ്പോൾ ഒന്ന് NSSന്റെ നേതൃത്വം എടുത്തിട്ടുള്ള ഒരു നിലപാട്, മറ്റൊന്ന് താലൂക്ക് യൂണിയൻ ഭരണസമിതി എടുത്തിട്ടുള്ള നിലപാട്. ഇതിൽ ഏത് നിലപാടിനൊപ്പം നിൽക്കുവാനുള്ള അവകാശം നമുക്കുണ്ട്. നിങ്ങൾക്ക് ആരോടും വ്യക്തിപരമായ ഒരു പ്രത്യേക വിധേയത്വം എന്നോടോ അല്ലെങ്കിൽ മറുഭാഗത്തോടോ ഇല്ല. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ സംഘടന അതിശക്തമായി നിലനിൽക്കണം. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഈ ഭൂമിയിൽ മാനം മര്യാദയോടെ അന്തസ്സോടുകൂടി ജീവിക്കണമെങ്കിൽ അവർക്കൊരു സംഘടനയുടെ പിൻബലം ഉണ്ടായേ മതിയാകൂ. ആ സംഘടനയെ ശക്തമായി നമുക്ക് നിലനിർത്തണമെന്നുള്ള ഒരാഗ്രഹം മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് നിഷ്പക്ഷമായി ഇതിനെപ്പറ്റി ചിന്തിക്കണം. കരയോഗം വൈസ് പ്രസിഡന്റ് അജേഷ് TS, യൂണിയൻ കമ്മിറ്റി അംഗം KV വിശ്വനാഥൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ഉഷ ബാലൻ, സിന്ധു അജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തെരഞ്ഞെടുപ്പും നടന്നു. നെടുങ്കണ്ടത്ത് നടന്ന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും കരാട്ടെ ചാമ്പ്യൻഷിപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് കാഞ്ചാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. നെടുങ്കണ്ടത്ത് നടന്ന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 16 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ ലോങ് ജമ്പിൽ ജാൻമേരി അനോജ് 1ാം സ്ഥാനം നേടി. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ 800 മീറ്റർ ഓട്ടത്തിൽ ഫർഖാന ആൻസിയ ഷംസുദ്ദീൻ 1ാം സ്ഥാനവും 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ എന്നിവയിൽ ക്രിസ്റ്റോ വർഗീസ് 2ാം സ്ഥാനവും 14 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ ഷോട്ട് പുട്ട് മത്സരത്തിൽ ജിസാമോൾ ജിസി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 14 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ 60 മീറ്റർ ഓട്ടത്തിൽ ആൻമരിയ അഭിലാഷ് 3ാം സ്ഥാനം നേടി. കരാട്ടെ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സയൻസ് സ്കൂളിൽ നടത്തിയ ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 2 ഗോൾഡ് മെഡലുകളും 2 സിൽവർ മെഡലുകളും 2 ബ്രോൺസ് മെഡലുകളും വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. അധ്യാപകരായ സജി KJ, ദീപക് L, അരുൺജിത്ത് എന്നിവരുടെ പരിശീലനത്തിലാണ് വിദ്യാർത്ഥികൾ മികച്ച നേട്ടം കൈവരിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ, പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ക്രിസ്തീയ ആൽബത്തിൽ പാടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഉപ്പുതറ വളകൂട് സ്വദേശി സിയോണ സതീഷ് എന്ന 5ാം ക്ലാസ്സുകാരി. പുതുതായി ഇറങ്ങാൻ പോകുന്ന ക്രിസ്തീയ ആൽബത്തിലാണ് സിയോണ തന്റെ സ്വരമാധുര്യം പകർന്നിരിക്കുന്നത്. ഉപ്പുതറ സ്വദേശി വിജിത്തിന്റെ പുതിയ ക്രിസ്തീയ ആൽബമാണ് പരിപാലകൻ. അസാഫ് മ്യൂസിക്കിന്റെ ബാനറിൽ നിർമ്മിച്ചിരിക്കുന്ന ആൽബത്തിൽ വളകോട് സ്വദേശിയായ വടലിവിളയിൽ സതീഷിന്റെയും അനിതയുടെയും മകളായ സിയോണ സതീഷാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ചെറുപ്പം മുതൽക്കേ സിയോണയ്ക്ക് പാട്ടിനോട് വലിയ താല്പര്യമായിരുന്നു. മാട്ടുകെട്ട ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സിയോണ. ഇതിനോടകം നിരവധി സമ്മാനങ്ങളും ഈ മിടുക്കി നേടിയിട്ടുണ്ട്. ഇത്തരമൊരു ആൽബത്തിൽ പാടാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സിയോണ പറയുന്നു. വളരെ സന്തോഷമുണ്ട് പാടാൻ പറ്റിയതിൽ. പിന്നെ ആദ്യമായിട്ട് പാടുന്നതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അതിൽ പാടാൻ. പിന്നെ കുറേ സ്വരങ്ങൾ അങ്ങനെ കുറേ താളങ്ങളൊക്കെ കൂടി വന്നതുകൊണ്ട് നല്ല ഇഷ്ടമായി. കരുണാമയനാം യേശുനാഥാ നിൻ പാദത്തിൽ ഞാൻ കുമ്പിടുന്നു. കരുണാമയനാം യേശുനാഥാ നിൻ പാദത്തിൽ ഞാൻ കുമ്പിടുന്നു. തിരുകൃപയാൽ എന്നെ നടത്തണമേ ആത്മസ്വരൂപനാ മമ പാലക. എന്നാ പൈലറ്റാണോന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിൻ്റെ കൂടെ പാട്ടും ലേണിംഗ് എല്ലാം ഒരുപോലെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. ഗാനമേളകളിലും ഈ മിടുക്കി പാട്ടുകൾ പാടാറുണ്ട്. സിയോണയ്ക്ക് പിന്തുണയുമായി
പിതാവ് സതീഷും മാതാവ് അനിതയും ഒപ്പമുണ്ട്. സ്റ്റുഡിയോയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ പാടുന്നത്. അപ്പം അവർ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമാരും, അതായത് മെയിനായിട്ട് നമുക്കത് ഒരു അറിവ് കിട്ടിയത് കൊച്ചിൻ്റെ ഡാൻസ് ടീച്ചറായിട്ട് ദീപ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഒരു ഇത് അയച്ചു തരുന്നത്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് കൊച്ചിനെ പിന്നെ അതിൽ വിടുന്നത്, പാടാൻ വിടുന്നത്. അങ്ങനെ ആ പാട്ടെടുത്തു. അത് കഴിഞ്ഞ് 1-2 പാട്ടുകൾ ഗ്രൂപ്പായിട്ട് തന്നെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ആദ്യമായിട്ടാണ് ഒരു സെമി ക്ലാസിക്കൽ സോങ് സിംഗിളായിട്ട് പാടുന്നത്. അത് നമ്മുടെ കുഞ്ഞ് പഠിക്കുന്ന സ്കൂളിൻ്റെ, അതായത് പാട്ടൽ സ്കൂളിൻ്റെ, ആസാഫ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ആണ് ഇപ്പോൾ ഒരു പുതിയ പാട്ട് പിന്നെ ഇറങ്ങാൻ പോകുന്നത്. ആൽബം പുറത്തിറങ്ങി വലിയ വിജയമാകാൻ കാത്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർക്കൊപ്പം സിയോണയും. കരുണാമയനാം യേശുനാഥാ നിൻ പാദത്തിൽ ഞാൻ കുമ്പിടുന്നു. തിരുകൃപയാൽ എന്നെ നടത്തിടമേ, ആത്മസ്വരൂപനാ മമ പാലകാ. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മഴ സമയത്ത് വീടുകൾ ചോർന്നൊലിക്കുന്നത് മൂലം വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ കട്ടപ്പന പുളിയന്മല ശിവലിംഗ പള്ളിയക്കുടിയിലെ കുടുംബങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ച തുകയും പിന്നീട് സ്വന്തമായി സ്വരുക്കൂട്ടിയ തുകയും ഉപയോഗിച്ചാണ് ഇവിടുത്തെ ജനങ്ങൾ വീട് നിർമ്മിച്ചത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടതോടെ മഴ സമയത്ത് വലിയ തോതിൽ വീടുകളുടെ വാർക്ക ചോർന്നൊലിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. വീട്ടുപകരണങ്ങളും കുട്ടികളുടെ പഠന ഉപകരണങ്ങളും അടക്കം മഴ നനഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഇവിടെ. കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട ആദിവാസി മേഖലയാണ് പുളിയന്മല ശിവലിംഗ പള്ളിയക്കുടി. മേഖലയിൽ ഏകദേശം 50-ന് മുകളിൽ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പുറത്ത് കൂലിപ്പണിക്ക് പോയാണ് ഇവിടുത്തെ ഓരോ ആളുകളും ഉപജീവനം കണ്ടെത്തുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും പള്ളിയക്കുടിക്കാർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ നിലവിൽ ഇവർ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി വീടുകൾ മഴക്കാലത്ത് ചോരുന്നതാണ്. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു വീടിന് 1.25 ലക്ഷം രൂപയാണ് അന്ന് നൽകിയത്. ബാക്കി ഇവർ തന്നെയാണ് സ്വരുക്കൂട്ടിയതും. തുകയുടെ അപര്യാപ്തത മൂലം ഫലപ്രദമായ രീതിയിൽ വീട് നിർമ്മാണം സാധിച്ചതുമില്ല. ഇതാണ് വീടുകളുടെ ചോർച്ചയ്ക്ക് കാരണമെന്ന് കുടിനിവാസികൾ പറയുന്നു. മഴ പെയ്താൽ മൊത്തം കിടക്കാൻ പറ്റത്തില്ല. എത്ര വർഷമായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്ത് മടുത്തിരിക്കുകയാണ്. ഇനി ഞങ്ങളെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരാ, കൂലിപ്പണി ചെയ്തിട്ടാണ് വന്ന് കിടക്കുന്നത്. ഇപ്പോൾ മഴ പെയ്തിട്ടും വീട്ടിനും മഴ പെയ്ത് കിടന്നാൽ ഞങ്ങൾ എങ്ങനെ കിടന്ന് ഉറങ്ങാനാണ്? അതുകൊണ്ട് സർക്കാർ നല്ല വെള്ളം നിങ്ങൾക്ക് സഹായിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിഷയം നിരവധി തവണ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് അധികൃതരെ അറിയിച്ചതാണ്. കൂടാതെ ഒരു കൂട്ടത്തിലും അറിയിച്ചു, നിവേദനങ്ങളും നൽകി. എന്നാൽ ചോർച്ച തടയാനുള്ള റൂഫിംഗ് അടക്കം നിർമ്മിക്കുവാനുള്ള തുക ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലെന്നുള്ള മറുപടിയാണ് ലഭിച്ചതെന്നും കുടിനിവാസികൾ പറയുന്നു. ഭയങ്കര ചോർച്ചൽ, കാട്ടിൽ നിന്ന് വന്നിട്ട് കിടക്കാൻ പറ്റത്തില്ല. ഭയങ്കര ചോർച്ചൽ, കഞ്ഞി വെക്കാൻ പാടാം. അതുകൊണ്ട് കിടക്കാനും മേല. അപേക്ഷ കൊടുത്തിട്ട് അവർ ഇതിന്റെ ഫണ്ടില്ലെന്നാ പറഞ്ഞത്. നിലവിൽ മഴ സമയത്ത് വലിയ പ്രതിസന്ധിയെ നേരിട്ടാണ് ഇവർ കഴിയുന്നത്. വീട്ടുപകരണങ്ങളും കുട്ടികളുടെ പഠന ഉപകരണങ്ങളും അടക്കം മഴ നനഞ്ഞു പോകുന്നതായും നാട്ടുകാർ പറഞ്ഞു. ഫണ്ട് കൊടുക്കുന്ന വെച്ചാൽ ഇവർക്ക് അർഹതപ്പെട്ടതാണ്. ഈ ഗോത്ര ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് നല്ല അർഹതപ്പെട്ടതാണ്. ആ അർഹതപ്പെട്ട ഫണ്ടുകൾ നിലവിൽ വരുന്നില്ല. കൂലിപ്പണിക്ക് പോയി ഉപജീവനം കണ്ടെത്തുന്നതിനാൽ വലിയ തുക മുടക്കി വീടുകളുടെ ചോർച്ചയടയ്ക്കാനുള്ള സാമ്പത്തികം ഇവർക്കില്ല. ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തി നൽകണമെന്നാണ് കുടിനിവാസികളുടെ ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ.
GRK Spices, KCB Junction, Kattapana, Nijab Spices, Market Road, Kattapana, and Puthenmurikal Spices, KCB Junction, Kattapana. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 264, വിൽപ്പനയ്ക്ക് വന്നത് 57,838, വിൽപ്പന നടന്നത് 55,648. കൂടിയ വില 2,949, ശരാശരി വില 2,586. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,295 രൂപ, വെള്ളി 123. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. GRK Spices, KCB Junction, Kattapana, Nijab Spices, Market Road, Kattapana, and Puthenmurikal Spices, KCB Junction, Kattapana. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിൽ തെരുവ് നായ്കളെ കൊന്നെന്ന പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ പഞ്ചായത്ത് ഡംപിംഗ് യാർഡിൽ നിന്ന് നായയുടെ ജഡം കണ്ടെത്തി. ജഡം കണ്ടെടുത്തത് പോലീസ് നടത്തിയ പരിശോധനയിൽ. പരാതി ഉയർന്നിരിക്കുന്നത് 200ഓളം നായ്കളെ പഞ്ചായത്ത് കൊന്നുകുഴിച്ചു മൂടിയെന്ന്. കട്ടപ്പന കൊച്ചുതോവാളയിൽ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. പരിക്കേറ്റ CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ആക്രമണം നടത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട 10ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘം മുൻപും മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ. രാജാക്കാട് തിങ്കൾക്കാട്ടിൽ 5 വയസ്സുകാരിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് അതിഥി തൊഴിലാളികളുടെ മകൾ കൽപ്പന കുലു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വർഷങ്ങളായി അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയില്ല. വിദ്യാർത്ഥികൾക്ക് ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് നെടുങ്കണ്ടം പാറത്തോട് ഗവൺമെന്റ് തമിഴ് മീഡിയം സ്കൂളിന്റെ കെട്ടിടം. പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ നിൽക്കുന്നത് LP വിഭാഗം പ്രവർത്തിക്കുന്ന ഭാഗത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.